നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിയ കേന്ദ്ര സർവകലാശാലയിൽ ഭക്ഷണ നിലവാരത്തെ ചൊല്ലി വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ലഭിക്കുന്ന ഭക്ഷണം ഗുണമേന്മ കുറഞ്ഞതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നതും എന്നാണ് പരാതി. മഞ്ചേശ്വരം ദേശീയപാതയിലെ മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനായി ഉദ്യോഗവാരമാടയിൽ നിർമ്മിച്ച വാട്ടർ ചാനലുകൾ സാമൂഹിക വിരുദ്ധരുടെ ഇടപെടൽ മൂലം പകർച്ചവ്യാധികളുടെ കേന്ദ്രമായി മാറുന്നു. ഇതിനു പുറമെ രാത്രികാലങ്ങളിൽ വാഹനങ്ങളിലെത്തുന്നവർ തള്ളുന്ന കോഴി അവശിഷ്ടങ്ങൾ കൂടിയായപ്പോൾ പ്രദേശം നരകതുല്യമായി. കേരള കാർഷിക സർവകലാശാല പടന്നക്കാട് കാർഷിക കോളേജ് സ്റ്റുഡന്റ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മലബാർ മാംഗോ ഫെസ്റ്റ് മധുരത്തിന് ഏപ്രിൽ 30 തുടക്കമാകും. മാംഗോ ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. വിസ്ഡം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ കരിയർ എക്സ്പോയും ജോബ് ഫെയറും 25-26 തീയതികളിൽ വിദ്യാനഗറിൽ നടക്കും. തൃക്കരിപ്പൂർ പയ്യന്നൂർ പ്രധാന പാതയിലുള്ള ബീച്ചേരി റെയിൽവേ ഗേറ്റിന്റെ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട അലൈൻമെന്റിന്റെ വിശദാംശങ്ങൾ റോഡ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള അധികൃതർ കർമ്മസമിതി അംഗങ്ങളുമായി പങ്കുവച്ചു. അയ്യങ്കാവ് കൂലോം തറവാട് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഏപ്രിൽ 26 തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. സ്റ്റാർട്ടപ്പ് തുടങ്ങി 1 വർഷം പിന്നിടുമ്പോൾ ബിസിനസ് കേരളയുടെ ഹെൽത്ത് ടേസ്റ്റ് എക്സലൻസ് അവാർഡ് സ്വന്തമാക്കി പഠന കേന്ദ്രമാക്കിയ 4 അംഗ യുവ സംരംഭക കൂട്ടായ്മ. 18 വ്യത്യസ്ത രുചികളിലുള്ള ഫെലോക് പീനട്ട് ബട്ടർ പുറത്തിറക്കിയ യുവ സംരംഭ കൂട്ടായ്മയ്ക്കാണ് സംസ്ഥാന അംഗീകാരം ലഭിച്ചത്. വാർത്തകൾ വിശദമായി. പെരിയ കേന്ദ്ര സർവകലാശാലയിൽ ഭക്ഷണ നിലവാരത്തെ ചൊല്ലി വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ലഭിക്കുന്ന ഭക്ഷണം ഗുണമേന്മ കുറഞ്ഞതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നതും എന്നതാണ് പരാതി. കേന്ദ്ര സർവകലാശാലയിൽ ഭക്ഷണ നിലവാരത്തിനെതിരെ വിദ്യാർത്ഥിനികളുടെ പ്രതിഷേധം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ലഭിക്കുന്ന ഭക്ഷണം ഗുണമേന്മ കുറഞ്ഞതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതുമാണെന്ന് വിദ്യാർത്ഥിനികൾ ആരോപിക്കുന്നു. ഹോസ്റ്റൽ മെസ്സിൽ നൽകുന്ന ഭക്ഷണത്തിൽ ശുചിത്വക്കുറവും രുചിയില്ലായ്മയും ആവർത്തിച്ചുണ്ടാകുന്ന ഗുണനിലവാര പ്രശ്നങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെന്നാണ് വിദ്യാർത്ഥിനികളുടെ പരാതി. ഇതിനെ തുടർന്നാണ് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധം ആരംഭിച്ചത്. പ്രധാന കവാടത്തിന് പുറത്ത് ദേശീയപാതയോരത്ത് കുത്തിയിരുന്നായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. നേരത്തെയും സമാന പ്രശ്നങ്ങൾ കേന്ദ്ര സർവകലാശാല ഹോസ്റ്റലിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പെരിയ. മഞ്ചേശ്വരം ദേശീയപാതയിലെ മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനായി ഉദ്യോഗവാരമാടയിൽ നിർമ്മിച്ച വാട്ടർ ചാനലുകൾ സാമൂഹിക വിരുദ്ധരുടെ ഇടപെടൽ മൂലം പകർച്ചവ്യാധികളുടെ കേന്ദ്രമായി മാറുന്നു. ഇതിനു പുറമെ രാത്രികാലങ്ങളിൽ വാഹനങ്ങളിലെത്തുന്നവർ തള്ളുന്ന കോഴി അവശിഷ്ടങ്ങൾ കൂടിയായപ്പോൾ പ്രദേശം നരകതുല്യമായി. മൂക്കുപൊത്താതെ ഈ വഴി കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഹൈവേയിൽ നിന്നുള്ള വെള്ളം കുണ്ടുകുളക്കെ അഞ്ചരമാർഗം കടലിൽ ചേരേണ്ടതായിരുന്നു. എന്നാൽ നിലവിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അറവു മാലിന്യങ്ങളും നിറഞ്ഞതോടെ പ്രദേശം ദുർഗന്ധപൂരിതമായിരിക്കുകയാണ്. ഓവുചാലുകളിൽ വെള്ളമൊഴുകുന്നതിന് പകരം പ്ലാസ്റ്റിക് കവറുകൾ, കപ്പുകൾ, നഗര മാലിന്യങ്ങൾ എന്നിവ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഇതിനു പുറമെ രാത്രികാലങ്ങളിൽ വാഹനങ്ങളിലെത്തുന്നവർ തള്ളുന്ന കോഴി അവശിഷ്ടങ്ങൾ കൂടിയായപ്പോൾ പ്രദേശം നഗരതുല്യമായി. മൂക്കുപൊത്താതെ ഈ വഴി കാൽനടയാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. മാലിന്യങ്ങൾ ചീഞ്ഞഴുകി വെള്ളം കെട്ടിക്കിടക്കുന്നത് ഡെങ്കിപ്പനി, മലേറിയ തുടങ്ങിയ മാരകമായ പകർച്ചവ്യാധികൾ പടരാൻ കാരണമാകുന്നുവെന്ന് നാട്ടുകാർ ഭയപ്പെടുന്നു. അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചയ്ക്കെതിരെ ജനങ്ങൾക്കിടയിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. രാത്രികാലങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ ഈ ഭാഗത്ത് ഉടൻ CCTV ക്യാമറകൾ സ്ഥാപിക്കണം. പരിസരം മലിനമാക്കുന്നവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാനും ഭാരിച്ച പിഴ ഈടാക്കാനും ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകണം.
നിലവിൽ തടസ്സപ്പെട്ടു കിടക്കുന്ന മാലിന്യങ്ങൾ ഉടൻ നീക്കം ചെയ്ത് വെള്ളം സുഗമമായി ഒഴുകാനുള്ള നടപടി സ്വീകരിക്കണം. പഞ്ചായത്ത് ഭരണസമിതിയും ആരോഗ്യവകുപ്പും എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. എൻ്റെ പേര് സഞ്ജീവ് ഷെട്ടി, ഉദ്യാവറ മാട. ഇവിടെ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും എത്ര പ്രാവശ്യം പോയി പഞ്ചായത്തിലോ അതിന് ബന്ധപ്പെട്ട ആൾക്കോട് പറഞ്ഞെങ്കിൽ ഇങ്ങനെ പരിഹരിക്കാൻ വേണ്ടി വരുന്നില്ല. ഉദാഹരണക്ക് ഇതൊരു വാട്ടർ ചാനലാണ്. ഇതൊരു ഡോക്യുമെൻ്റ് പ്രകാരം 12 ഫീറ്റിൻ്റെ വാട്ടർ ചാനൽ റിസർവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ ആകെ ഉള്ളതാകെ ഇപ്പോൾ 2 ഫീറ്റിൻ്റെ അകലം. അതിലും തൊട്ടടുത്ത എല്ലാവരും കൂടി കച്ചറ ഇട്ട് ആ വാട്ടർ ചാനലിന് ചാക്ക് കൊണ്ട് മൂടി ജനങ്ങൾക്ക് ഈ റൂട്ടിൽ നടക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ സ്മെല്ല് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റാത്ത പരിസ്ഥിതി ഒന്നായാൽ, രണ്ടാമത് ഇടീ കുഞ്ചത്തൂർ ഗ്രാമത്തിൻ്റെ കൂടുതലായ വെള്ളം പോകുന്ന ഒരു വാട്ടർ ചാനലാണിത്. ആ വാട്ടർ ചാനലിൽ ആ വെള്ളം പോകാൻ പറ്റാതെ കൊണ്ട് ആ വെള്ളം മറിഞ്ഞുകൊണ്ട് തൊട്ടടുത്ത എല്ലാ വീട്ടിലേക്കും എല്ലാ കിണറ്റിലേക്കും ഈ വെള്ളം കയറി കിണറ്റിനെ മലിനമാക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വാട്ടർ അതോറിറ്റിക്കാരോ അല്ല പഞ്ചായത്തുകാർ ഈ വാട്ടർ ചാനൽ റിസർവ് അതിൻ്റെ ഡോക്യുമെൻ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. 12 ഫീറ്റിൻ്റെ വാട്ടർ ചാനൽ റിസർവ് അതിന് എത്രയും പെട്ടെന്ന് ആ വാട്ടർ ചാനൽ ക്ലിയർ ആക്കി കൊടുത്തെങ്കിൽ ഈ മിക്കവാറും പ്രോബ്ലം സോൾവ് ആവാൻ സാധ്യതയുണ്ട്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേരള കാർഷിക സർവകലാശാല പടന്നക്കാട് കാർഷിക കോളേജ് സ്റ്റുഡന്റ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മലബാർ മാംഗോ ഫെസ്റ്റ് മധുരത്തിന് ഏപ്രിൽ 30 തുടക്കമാകും. മാംഗോ ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. കേരള കാർഷിക സർവകലാശാല പടന്നക്കാട് കാർഷിക കോളേജ് സ്റ്റുഡൻസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മലബാർ മാംഗോ ഫെസ്റ്റ് മധുരം ഏപ്രിൽ 30, മെയ് 1, 2, 3 തീയതികളായി കാർഷിക കോളേജ് അങ്കണത്തിൽ നടക്കും. വിവിധ ഇനം മാമ്പഴങ്ങളുടെ വിപണനത്തോടൊപ്പം കർഷകർക്കും പൊതുജനങ്ങൾക്കും കാർഷിക മേഖലയെ കൂടുതൽ അടുത്തറിയാനുള്ള അവസരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നൂതന കാർഷിക രീതികളെ പരിചയപ്പെടുത്തുന്ന സെമിനാറുകളും പരിശീലന ക്ലാസുകളും വിവിധ ഇനം നടീൽ വസ്തുക്കളുടെ വിപണനവും മേളയുടെ ഭാഗമാകുന്നു. അപ്പോൾ എല്ലാ വർഷവും നടക്കുന്നത് പോലെ തന്നെ പടന്നക്കാട് കാർഷിക കോളേജിൽ ഈ വർഷവും ആണെങ്കിൽ ഏപ്രിൽ 30 മുതൽ മെയ് 1, 2, 3 ദിവസങ്ങളിൽ എല്ലാ വർഷത്തെയും പോലെ മലബാർ മാംഗോ ഫെസ്റ്റ് മധുരം 2026 നടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് അതിൻ്റെ പ്രചരണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലായിട്ട് പ്രീ സെയിൽ നടത്തുകയാണ്. ഇനി ഈ പ്രീ സെയിൽ നമ്മളാണെങ്കിൽ കുറ്റ്യാട്ടൂർ, സിന്ദൂരം, മൂവാണ്ടൻ ഈ 3 വെറൈറ്റികളാണ് എത്തിച്ചിരിക്കുന്നത്. ഫെസ്റ്റിൻ്റെ സമയത്ത് കാർഷിക കോളേജിൽ എത്തിയാൽ വ്യത്യസ്തതരമായ 27ഓളം ഇനം മാങ്ങകൾ പലതരം കർഷകരുടെ കയ്യിൽ നിന്ന് ശേഖരിച്ച് കാർഷിക കോളേജിൽ എത്തിക്കുകയും അത് മിതമായ നിരക്കിൽ നാട്ടുകാർക്കും അതുപോലെ തന്നെ കർഷകർക്ക് വിതരണം ചെയ്യുമായിരിക്കും. അതുപോലെ തന്നെ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് എക്സിബിഷന്, റെഡി ടു സെർവ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള എക്സോട്ടിക് ഫ്രൂട്ടുകൾ ഉൾപ്പെടെയുള്ള പല വൃക്ഷ തൈകളുടെ വിതരണവും വിൽപ്പനയും അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫെസ്റ്റിൽ വന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ മണ്ണിന്റെ ഗുണനിലവാരം വിലയിരുത്തുന്നതിനായി മണ്ണ് പരിശോധന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സ്വാദിഷ്ടമായ മാമ്പഴങ്ങളിൽ നിന്നുള്ള വിഭവങ്ങൾ ഉൾപ്പെടെ വ്യത്യസ്ത ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാകുന്ന ഫുഡ് കോർട്ട്, വിളകളിലെ രോഗ കീടനിർണയത്തിനുള്ള അഗ്രോ ക്ലിനിക്കുകൾ, മാംഗോ അവാർഡ്, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവയും ഈ മേളയെ കൂടുതൽ സമ്പന്നമാക്കുന്നു. മാംഗോ ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം കാഞ്ഞങ്ങാട് നഗരത്തിൽ വിവിധ ഇനം മാമ്പഴങ്ങളുടെയും മാംഗോ ജ്യൂസ്, മാങ്ങ ഉപ്പിലിട്ടത് തുടങ്ങിയ വിഭവങ്ങളുടെയും പ്രീസെയിൽ നടന്നു. മാംഗോ ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം കാഞ്ഞങ്ങാട് ടൗണിൽ ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിസ്ഡം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ കരിയർ എക്സ്പോയും ജോബ് ഫെയറും 25, 26 തീയതികളിൽ വിദ്യാനഗറിൽ നടക്കും. വിദേശ യൂണിവേഴ്സിറ്റി പ്രതിനിധികൾ, കേന്ദ്ര സർവകലാശാല ഫാക്കൽറ്റികൾ, വിദ്യാഭ്യാസ വിദഗ്ധർ തുടങ്ങിയ പ്രമുഖരും എഡ്യൂക്കേഷൻ എക്സ്പോയിൽ സംബന്ധിക്കും. വിസ്ഡം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ WEFIയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന എഡ്യൂക്കേഷൻ കരിയർ എക്സ്പോയും ജോബ് ഫെയറും ഏപ്രിൽ 25 ശനിയാഴ്ച ആരംഭിക്കും. വിദ്യാനഗറിൽ 2 ദിവസങ്ങളിലായാണ് പരിപാടി നടക്കുക.
ജോബ് ഫെയർ, കരിയർ കൗൺസിലിംഗ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, സ്കിൽ എഡ്യൂക്കേഷൻ, പേഴ്സണൽ കൗൺസിലിംഗ്, പഠന ക്ലാസുകൾ, ചർച്ചകൾ, സെമിനാറുകൾ, സിമ്പോസിയങ്ങൾ തുടങ്ങി വിവിധ സെഷനുകൾ എഡ്യൂക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 200-ലധികം കരിയർ കൗൺസിലർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തി ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ കരിയർ പ്ലാൻ തയ്യാറാക്കുവാനുള്ള പേഴ്സണൽ മെന്ററിംഗ് സേവനവും ലഭ്യമാക്കും. WEFIയുടെ കരിയർ കൗൺസിലിംഗ് കോഴ്സ് പൂർത്തിയാക്കിയ കൗൺസിലർമാരാണ് മെന്ററിങ്ങിന് നേതൃത്വം നൽകുന്നത്. ഇതോടൊപ്പം സയൻസ്, ടെക്നോളജി, മെഡിസിൻ, ആർട്സ്, ലോ, കൊമേഴ്സ് തുടങ്ങിയ മേഖലകളിലെ വ്യത്യസ്ത കോഴ്സുകൾ, രാജ്യത്തെ പ്രമുഖ സ്ഥാപനങ്ങൾ, ടെക്നിക്കൽ വിദ്യാഭ്യാസം, സംരംഭകത്വം, ഭാഷാപഠനം, മീഡിയ സ്റ്റഡീസ്, ഓൺലൈൻ കോഴ്സുകൾ, സ്കോളർഷിപ്പുകൾ, ഫെലോഷിപ്പുകൾ, വിദേശ യൂണിവേഴ്സിറ്റികൾ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ഷോർട്ട് ടേം കോഴ്സുകൾ, അപ്സ്കില്ലിംഗ് തുടങ്ങി നിരവധി മേഖലകൾ പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകളും ഉണ്ടായിരിക്കും. ഓരോ സ്റ്റാളുകളിലും ബന്ധപ്പെട്ട മേഖലകളിലെ വിദഗ്ധരുമായി നേരിട്ട് സംവദിക്കുവാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വിദേശ യൂണിവേഴ്സിറ്റി പ്രതിനിധികൾ, കേന്ദ്ര സർവകലാശാല ഫാക്കൽറ്റികൾ, വിദ്യാഭ്യാസ വിദഗ്ധർ തുടങ്ങിയ പ്രമുഖരും എഡ്യൂക്കേഷൻ എക്സ്പോയിൽ സംബന്ധിക്കും. വിവിധ ബഹുരാഷ്ട്ര കമ്പനികളുടെ പ്രതിനിധികളുമായി സംവദിക്കുവാനും വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും. വിദഗ്ധ കരിയർ കൗൺസിലേഴ്സ് അവർ ആപ്റ്റിറ്റ്യൂഡ് അനാലിസിസ് നടത്തുകയും അവർക്ക് ഏറ്റവും ആപ്റ്റായ അക്കാഡമിക് മേഖല, കരിയർ മേഖല ഏതാണ് എന്ന് അവർക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയും അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ആപ്റ്റായ കൗണ്ടറുകളിലേക്ക് പോവുകയും അവിടെ എക്സ്പേർട്ട് കൗൺസിലേഴ്സ് ഇവരുടെ കരിയർ സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് സയൻസ് താല്പര്യമുള്ള ആപ്റ്റിറ്റ്യൂഡുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ സയൻസുമായി ബന്ധപ്പെട്ട കൗണ്ടേഴ്സ് ഓൾമോസ്റ്റ് ഒരു 30-35 വ്യത്യസ്ത കൗണ്ടറുകളാണ് ഉണ്ടാവുക. അവിടെ വിസ്ഡം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ തന്നെ കരിയർ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത അക്കാഡമിക് എക്സ്പേർട്സ് ഉണ്ടാവും. സയൻസ് ആണ് ഒരു കുട്ടിയുടെ താല്പര്യമെങ്കിൽ ആ കുട്ടി സയൻസിൻ്റെ കൗണ്ടറിലേക്ക് പോവുകയും അവിടെ ആ വിദ്യാർത്ഥിക്ക് സയൻസിൽ കേരളത്തിനകത്ത് പഠിക്കാനാവുന്ന ഏറ്റവും മികച്ച കോളേജുകൾ ഏതാണ്, കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്ത് ഏറ്റവും മികച്ച കോളേജുകൾ ഏതാണ്, ഇന്നൊരു കുട്ടിക്ക് ഇൻ്റർനാഷണലാണ് പഠിക്കേണ്ടതെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് വിദേശത്ത് യൂറോപ്പിലും ഓസ്ട്രേലിയയിലും മറ്റുമൊക്കെ പഠിക്കേണ്ട ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികൾ ഏതാണ് എന്ന് പരിചയപ്പെടുത്തുന്നു. അവിടേക്ക് എത്തിച്ചേരാനുള്ള സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്ന മുഴുവൻ സ്കോളർഷിപ്പുകൾ അത് കേരളത്തിനകത്ത്, ഇന്ത്യയുടെ അകത്ത്, ഇന്ത്യക്ക് പുറത്ത് എന്ന തരത്തിൽ വ്യത്യസ്ത തരത്തിൽ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത് ഈ കൗണ്ടറുകളിലൂടെ ഇപ്പോൾ 20-25 കൗണ്ടേഴ്സിൽ എല്ലാ കൗണ്ടറുകളിലും ഒരു വിദ്യാർത്ഥി കയറണമെന്നുണ്ടാവില്ല. ആ കുട്ടിയുടെ ഏരിയയിലുള്ള കൗണ്ടറുകൾ നിർബന്ധമായി കയറുകയും ശേഷം ബാക്കിയുള്ള കൗണ്ടറുകൾ ആ കുട്ടിക്ക് വേണമെങ്കിൽ അറിവുകൾ രൂപപ്പെടുത്താൻ വേണ്ടി കുറച്ചും കൂടി തുറവുകൾ ഉണ്ടാകാൻ വേണ്ടി കൗണ്ടറുകൾ സന്ദർശിക്കാം. ശേഷം വിദ്യാർത്ഥികൾക്ക് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കൗണ്ടേഴ്സ്, ജോബ് ഫെയർ അങ്ങനെ തുടങ്ങിയ വ്യത്യസ്തമായ സെഷനുകളാണ് എഡ്യൂസെനിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ പയ്യന്നൂർ പ്രധാന പാതയിലുള്ള ബീരിച്ചേരി റെയിൽവേ ഗേറ്റിന്റെ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട അലൈൻമെന്റിന്റെ വിശദാംശങ്ങൾ റോഡ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള RBDCK അധികൃതർ കർമ്മസമിതി അംഗങ്ങളുമായി പങ്കുവച്ചു. RBDK കണ്ണൂർ പ്രൊജക്ട് എഞ്ചിനീയർ A. അനിൽകുമാർ, കോഴിക്കോട് സീനിയർ മാനേജർ K. അനീഷ് കുമാർ എന്നിവരാണ് തൃക്കരിപ്പൂരിലെത്തിയത്. തൃക്കരിപ്പൂർ പയ്യന്നൂർ പ്രധാന പാതയിലുള്ള ബീരിച്ചേരി റെയിൽവേ ഗേറ്റിൽ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട അലൈൻമെന്റിൽ വിശദാംശങ്ങൾ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള അധികൃതർ കർമ്മസമിതി അംഗങ്ങളുമായി പങ്കുവച്ചു. RBDCK കണ്ണൂർ പ്രൊജക്ട് എഞ്ചിനീയർ A. അനിൽകുമാർ, കോഴിക്കോട് സീനിയർ മാനേജർ K. അനീഷ് കുമാർ എന്നിവരാണ് തൃക്കരിപ്പൂരിലെത്തിയത്. റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം വേഗത്തിലാക്കാനുള്ള ഇടപെടലിനായി കഴിഞ്ഞ 1.5 വർഷം മുൻപ് ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളുടെയും ഭാരവാഹികളെ ഉൾപ്പെടുത്തി തൃക്കരിപ്പൂർ കേന്ദ്രീകരിച്ച് രൂപീകൃതമായ കർമ്മസമിതി കഴിഞ്ഞ ദിവസം RBDCK അധികൃതരുമായി ബന്ധപ്പെട്ടാണ് വിശദാംശങ്ങൾ തേടിയത്. ഇതിനെ തുടർന്നാണ് തൃക്കരിപ്പൂരിൽ അധികൃതരെത്തി റെയിൽവേ ലെവൽ ക്രോസ് നമ്പർ 265 നിർമ്മിക്കുന്ന ബീരിച്ചേരി മേൽപ്പാലം അലൈൻമെന്റിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ LED പ്രൊജക്ടർ വഴിയാണ് ബീരിച്ചേരി മേൽപ്പാലത്തിന്റെ അലൈൻമെന്റ് കർമ്മസമിതി അംഗങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. കർമ്മസമിതി അധ്യക്ഷ സാജിദ സഫറുള്ള, വർക്കിംഗ് ചെയർമാൻ VK ബാവ, ജനറൽ കൺവീനർ E. ജയചന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. രജീഷ് ബാബു, പഞ്ചായത്ത് അംഗം ഫായിസ് ബീരിച്ചേരി, AGC ബഷീർ, VV കൃഷ്ണൻ, M. രാമചന്ദ്രൻ, TV ചന്ദ്രദാസ്, M. സജേഷ്, TV ഷിബിൻ, ഉർമിസ് തൃക്കരിപ്പൂർ, A. ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃക്കരിപ്പൂർ ടൗണിനോട് ചേർന്നുള്ള ലെവൽ ക്രോസ് നമ്പർ 266-ൽ വെള്ളാപ്പ് റോഡ് നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന്റെ ജനറൽ ഡ്രോയിംഗ് അംഗീകരിച്ച ശേഷം വീണ്ടും അലൈൻമെന്റ് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ നൽകുമെന്ന് അധികൃതർ അറിയിച്ചു.
ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. അയ്യങ്കാവ് കൂലും തറവാട് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശം മഹോത്സവത്തിന് ഏപ്രിൽ 26 തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അയ്യങ്കാവ് കൂലോം തറവാട് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഏപ്രിൽ 26 തുടക്കമാവും. ഏപ്രിൽ 26 കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. വൈകുന്നേരം 6 മണിക്ക് രതീഷ് കണ്ടടുക്കം നയിക്കുന്ന ഗ്രാമഫോൺ പരപ്പയുടെ ആനന്ദഗീതം ഭജന അവതരിപ്പിക്കും. രാത്രി 7 മണിക്ക് കുറ്റിപ്പൂജ, 8 മണിക്ക് അയ്യങ്കാവ് പ്രദേശത്തെ കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന കലാസന്ധ്യ. ഏപ്രിൽ 27 വൈകുന്നേരം 5 മണിക്ക് ആചാര്യ വരവേൽപ്പ്. തുടർന്ന് 6 മണി മുതൽ സമൂഹ പ്രാർത്ഥന, ആചാര്യവരണം, മഹാസുദർശന ഹോമം, ആവാഹനം, ഉച്ചാടനം, മറ്റ് താന്ത്രിക കർമ്മങ്ങൾ. 6:30 പ്രിയദർശിനി തച്ചങ്ങാടിന്റെ കൈകൊട്ടിക്കളി. 7 മണിക്ക് അനു വൈക്കം പ്രഭാഷണം നടത്തും. കൂലോം തറവാട് ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ മഹോത്സവത്തിന് വേണ്ടിയിട്ടുള്ള പത്രസമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എൻ്റെ ഇടതുവശത്തുള്ളത് ശ്രീ സുകുമാരൻ കാലിക്കടു, നമ്മുടെ പ്രസിഡന്റാണ്. അടുത്തത് ശ്രീ ശശി, ശ്രീ ട്രഷററാണ്. ശ്രീ ജനറൽ കൺവീനറാണ് ശശി. പിന്നെ കുഞ്ഞിരാമേട്ടൻ വർക്കിംഗ് ചെയർമാൻ, സുരേന്ദ്രൻജി, ബാലകൃഷ്ണൻ, ശശിധരൻ, ട്രഷറർ കൃഷ്ണേട്ടൻ, വാസേട്ടൻ മുതലായവരാണ്. 20 വർഷത്തിന് ശേഷമാണ് ഇത് നടക്കുന്നത്. ജാതി വ്യത്യാസങ്ങളെല്ലാം മറന്നുകൊണ്ട് ആ തറവാട് കുടുംബാംഗങ്ങളും നാട്ടുകാരും യുവജനങ്ങളും അതുപോലെ മാതൃസമിതി പ്രവർത്തകരും എല്ലാവരും കൂടി നമുക്ക് ഈ ക്ഷേത്രം പുനഃപ്രതിഷ്ഠ നടക്കണമെന്ന ഉദ്ദേശത്തിലാണ് ചെയ്തിരിക്കുന്നത്. വരും നമ്മളുടെ പൂർവികര് ഒരുപക്ഷെ ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത സമയത്ത് വാഹന സൗകര്യമോ അതുപോലെ തന്നെ മീഡിയ സൗകര്യമോ ഒന്നും ഇല്ലാത്ത കാലത്ത് ഈ ഒരു പ്രതിഷ്ഠാ ക്ഷേത്രം ഇതൊക്കെ ചെയ്യുന്നത് തന്നു. പക്ഷെ അതിനെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റിയില്ല. ഏപ്രിൽ 28 രാവിലെ 6 മണി മുതൽ ഗണപതി ഹോമം, ത്രികാല പൂജ, ബിംബശുദ്ധി പൂജ, മറ്റ് താന്ത്രിക കർമ്മങ്ങൾ. വൈകുന്നേരം 6:30 ശ്രീ ദുർഗാ കാനം അവതരിപ്പിക്കുന്ന മംഗലം കളി. 7 മണിക്ക് മെഗാ തിരുവാതിര. 29 രാവിലെ 5 മണി മുതൽ മഹാഗണപതി ഹോമം, ശയ്യയിൽ പൂജ, വിദ്വേശ്വര കലശ പ്രക്ഷണം, പ്രസാദ പ്രതിഷ്ഠ, പീഠപ്രതിഷ്ഠ മുതലായവയും. തുടർന്ന് പകൽ 9:46 മുതൽ 11:25 വരെയുള്ള അത്തം നക്ഷത്രം 2ാം കാലിൽ മിഥുനം രാശി ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രപാലകൻ വിഷ്ണുമൂർത്തി, അടുക്കത്ത് ചാമുണ്ടി, കാലിച്ചാൻ ദൈവം, മന്ത്രമൂർത്തികൾ എന്നീ സാന്നിധ്യങ്ങളുടെ പ്രതിഷ്ഠ നടക്കും. വൈകുന്നേരം 6 മണിക്ക് ലക്ഷം ദീപ സമർപ്പണം നടക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ദാമോദരൻ, ആർക്കിടെക്ട്, വൈസ് ചെയർമാൻമാരായ എ കുഞ്ഞിരാമൻ, പി ഗംഗാധരൻ, ജനറൽ കൺവീനർ ശശിധരൻ, ട്രഷറർ ശശി, ഭരണസമിതി പ്രസിഡന്റ് സുകുമാരൻ കാലിക്കടവ്, സെക്രട്ടറി എ പ്രകാശൻ, മീഡിയ കമ്മിറ്റി വൈസ് ചെയർമാൻ ചാപ്പയിൽ ബാലകൃഷ്ണൻ, കൺവീനർ സുരു, കെ കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ക്ലീൻ ഊര് അജാനൂര് പേരിലെ നേര് അർത്ഥവത്താക്കി അജാനൂർ പഞ്ചായത്ത്. ബ്രഹ്മകലശ മഹോത്സവം സമാപിച്ച മടിയോങ്കൂലം ക്ഷേത്ര പരിസരം വൃത്തിയാക്കിയിട്ടാണ് ഇവർ മാതൃക കാട്ടിയത്. ബ്രഹ്മകലശ മഹോത്സവം നടന്ന ശ്രീ മടിയൻകൂലോം ക്ഷേത്രപാലക ക്ഷേത്ര പരിസരം അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായിട്ടുള്ള വി തുളസിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പ്രവർത്തനത്തിൽ ആഘോഷ കമ്മിറ്റി മെമ്പർമാരും ഭാരവാഹികളും ബഹുജനങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരും പങ്കെടുത്തു. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി നിർവഹിച്ചു. ബ്രഹ്മകലശ നവീകരണ കലശ മഹോത്സവം ഇവിടെ നടന്നിട്ടുള്ളത് 7 ദിവസങ്ങളിലായി നീണ്ടുനിന്ന ഈ പരിപാടിയുടെ ഭാഗമായി ഒരു നാട്ടിൽ തന്നെ ഉണ്ടായിക്കിടക്കുന്ന മുഴുവൻ വേസ്റ്റുകളും എടുത്തു മാറ്റാനാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പൊതുവെ മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കുന്ന ഈ ഒരു സമയത്ത് 8ാം വാർഡ് എന്നുള്ള രീതിയിൽ വാർഡിൻ്റെ പ്രവർത്തനങ്ങൾ നേരത്തെ നടത്തിയെങ്കിലും മടിയൻകൂലം കലശോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള വേസ്റ്റുകളൊക്കെയും
തൊട്ട് പിറ്റത്തെ ദിവസം തന്നെ മാറ്റണമെന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ് നമ്മുടെ നാട് ശുചീകരിക്കേണ്ടത് നാം ഓരോരുത്തരുടെ കടമയാണ്. ഓരോരുത്തരുടെയും ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നീക്കം ചെയ്യേണ്ടത്. വി എം ജയദേവൻ അധ്യക്ഷത വഹിച്ചു. സി വി തമ്പാൻ, എ വി പവിത്രൻ, എ ബാലൻ, എം നാരായണൻ, എ കൃഷ്ണൻ, ലക്ഷ്മി തമ്പാൻ, വി രാജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിലുള്ളവരുടെ സഹകരണത്തോടെ വേനൽ മഴ എത്തും മുമ്പ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. ടൗണിലും പരിസരങ്ങളിലുമായാണ് ആദ്യഘട്ടത്തിൽ ശുചീകരണം നടത്തുന്നത്. വേനൽ മഴ എത്തും മുമ്പ് ചെറുവത്തൂരിൽ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പൊതുപ്രവർത്തകർ, ഹരിതകർമ്മ സേന അംഗങ്ങൾ, ആശാ വർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ, ആരോഗ്യ വകുപ്പ് ജീവനക്കാർ എന്നിവർ ശുചീകരണ പ്രവർത്തനത്തിലേർപ്പെട്ടു. ബസ് സ്റ്റാൻഡ്, മത്സ്യമാർക്കറ്റ്, കയ്യൂർ റോഡ് ജംഗ്ഷൻ, ഞാണങ്കൈ, ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, സാമൂഹിക ആരോഗ്യ കേന്ദ്ര പരിസരം എന്നിവിടങ്ങളിൽ ശുചീകരിച്ചു. ടൗണിൽ നടന്ന ശുചീകരണ പ്രവർത്തനം സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ മധു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മിനിമോൾ, പഞ്ചായത്ത് അംഗങ്ങളായ പി ശശിധരൻ, വി റീന, കൃഷ്ണൻ പത്താനത്ത്, കരുണാകരൻ മുട്ടത്ത്, ടി കെ ഫൈസൽ, കെ വി ഷിജു, എം വി ഷിജു, എം ശോഭ, എം ഗിരീഷ്, കെ എം അഭിജിത് കുമാർ, ടി കെ ദേവരാജൻ, പഞ്ചായത്ത് സെക്രട്ടറി ജി എസ് അരുണിമ, അസിസ്റ്റന്റ് സെക്രട്ടറി എ വിനയരാജ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. നവീകരിച്ച കൊത്തിക്കാൽ ഹിദായത്തുൽ ഇസ്ലാം മദ്രസ ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടന സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ഹസൻ ഹാജി കൊത്തിക്കാൽ പതാക ഉയർത്തി. നവീകരിച്ച കൊത്തിക്കാൽ ഹിദായത്തുൽ ഇസ്ലാം മദ്രസ ഉദ്ഘാടനം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് നടന്നത്. ഉദ്ഘാടന സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ഹസൻ ഹാജി കൊത്തിക്കാൽ പതാക ഉയർത്തി. കൊത്തിക്കാൽ മുഹമ്മദ് ഹാജി, സി എച്ച് മുഹമ്മദ് കുഞ്ഞി എന്നിവർ ഉദ്ഘാടനം നിർവഹിച്ചു. കപ്പണക്കാൽ മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. ഖത്തീബ് അൽ അമീൻ, സദർ മുഅല്ലിം മൊയ്തീൻ ഫൈസി, വാർഡംഗം നദീർ കൊത്തിക്കാൽ, നൌഷാദ് കൊത്തിക്കാൽ എന്നിവർ സംസാരിച്ചു. ഇബ്രാഹിം പൂച്ചക്കാട് സ്വാഗതവും അഷ്റഫ് വി പി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒഴിഞ്ഞവളപ്പ് പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികാഘോഷ പരിപാടികൾക്ക് സമാപനമായി. മെഗാ തിരുവാതിരയും പ്രഭാഷണവും നടന്നു. ഒഴിഞ്ഞവളപ്പ് പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 50-ാം വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങിന്റെ സമാപനം പ്രഭാഷകൻ വി കെ സുരേഷ് ബാബു നിർവഹിച്ചു. ഭക്തി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഭക്തി എന്ന് പറഞ്ഞാൽ ഈ ചന്ദനം തൊടലും ഭസ്മം തൊടലും വഴിപാട് കഴിപ്പിക്കലൊന്നുമല്ല. ഉള്ളിൽ വെളിച്ചമുള്ളവനാണ് ഭക്തൻ എന്നാണ്. പ്രതിഭ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഓരോ ആൾ, ഓരോ പ്രതി എന്ന് പറഞ്ഞാൽ ഓരോ ആൾ. അക്ഷരം പ്രതി എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഓരോ ആൾക്കും വ്യത്യസ്തമായ ഒരു പ്രകാശമുണ്ട്, അതാണ് പ്രതിഭ. ആനന്ദവർദ്ധനൻ പ്രതിഭയെക്കുറിച്ച് കൊടുക്കുന്ന ഒരു നിർവചനമുണ്ട്. നവനവോന്മേഷശാലിനി പ്രജ്ഞാ പ്രതിഭ. നവനവങ്ങളായ ഉന്മേഷത്തെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രജ്ഞയാണ് പ്രതിഭ. എന്താ പ്രജ്ഞ? പ്രജ്ഞ എന്ന് പറഞ്ഞാൽ പ്രകർഷേണയുള്ള ജ്ഞാനമാണ്. എന്താ ജ്ഞാനം? അറിവ്. അറിവുണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ അറിവിനെ അതാത് കാലത്തിനും ദേശത്തിനും അനുസരിച്ച് പ്രകർഷണം നടത്തണം. എന്ന് പറഞ്ഞാൽ വികസിപ്പിക്കണം, കത്തിക്കണം. കാലദേശങ്ങൾക്കനുസരിച്ച് മാറാൻ കഴിയണം. പക്ഷിമൃഗാദികൾക്ക് അത് കഴിവില്ല. ചടങ്ങിൽ പ്രദീപ് മരക്കാപ്പ് അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത നാടകരചയിതാവ് രാജ്മോഹൻ നീലേശ്വരം, മുൻകാല നാടകനടി സാവിത്രി ശ്രീധരൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രിയേഷ് കാഞ്ഞങ്ങാട്, അഭിനന്ദ് ടി വി, സിനി രമേശ്, ബിജു രാജ് സി കെ, വിനോദ് കെ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നാട്ടിലെ കലാകാരികൾ അവതരിപ്പിച്ച മെഗാ ഫ്യൂഷൻ തിരുവാതിരയും പ്രശസ്ത ഗസൽ ഗായകൻ അലോഷിയുടെ ഗസൽ രാവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബാവുങ്കാൽ അജാനൂർ ശ്രീമദ് പരമശിവ വിശ്വകർമ്മ ക്ഷേത്രം 79-ാം പ്രതിഷ്ഠാദിന മഹോത്സവ സമാപനത്തോടനുബന്ധിച്ച് വാദ്യകലയിലെ പരമോന്നത ബഹുമതിയായ ശ്രീ രാജരാജേശ്വര ക്ഷേത്രം കലാരത്ന പുരസ്കാരം നേടിയ നീലേശ്വരം സന്തോഷ് മാരാർക്ക് ആദരം ഒരുക്കി.
ക്ഷേത്രം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉപഹാരം നൽകിയത്. മാവുകാൽ അജാനൂർ ശ്രീമദ് പരശിവ വിശ്വകർമ്മ ക്ഷേത്രം 79ാം പ്രതിഷ്ഠാദിന മഹോത്സവ സമാപനത്തോടനുബന്ധിച്ച് വാദ്യകലയിലെ പരമോന്നത ബഹുമതിയായ ശ്രീ രാജരാജേശ്വര ക്ഷേത്ര കലാരത്ന പുരസ്കാരം നേടിയ നീലേശ്വരം സന്തോഷ് മാരാർക്ക് ക്ഷേത്രം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു. അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പുരസ്കാരം എന്ന രീതിയിൽ അദ്ദേഹത്തിനൊരു ബഹുമതിയോട് കൂടി ഞങ്ങളൊരു മൊമെൻറ്റോ സമ്മാനിക്കുകയാണ്. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വളരെ വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിന് ഈ വാദ്യ കലാരത്നത്തിൻ്റെ ബഹുമതി ഒരു കാലത്ത് വാദ്യമേളങ്ങൾ നടക്കാതെ വന്ന ഈ ക്ഷേത്രത്തിൽ നീലേശ്വരം രാജശാസനം അനുസരിച്ചാണ് ആ ഒരു വാദ്യകലാ സംഘത്തിൻ്റെ കുടുംബം ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിന് ഇങ്ങനൊരു ആദരവ് കിട്ടുമ്പോൾ ഞങ്ങളുടെ ഈ വിശ്വകർമ്മ ക്ഷേത്ര കുടുംബത്തിനും അതിൽ അഭിമാനമാണ്. കമ്മിറ്റി പ്രസിഡന്റ് എ പുരുഷോത്തമൻ, സെക്രട്ടറി പി സതീശൻ, നവീകരണ കമ്മിറ്റി കൺവീനർ പി ഗണേശൻ, ട്രഷറർ എൻ പുരുഷോത്തമൻ, മേൽശാന്തി ഹരിശ്ചന്ദ്രൻ, പുരോഹിതന്മാരായ എം മഹേഷ് കുമാർ, ശിവകുമാർ ടി വി, മാതൃസമിതി പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മധുരമ്പാടി ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു. മധുരമ്പാടി ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. വിഷ്ണുമംഗലം വിഷ്ണു ക്ഷേത്ര പരിസരത്ത് നിന്നുമാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര പുറപ്പെട്ടത്. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടി കലവറ നിറയ്ക്കൽ ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. നിരവധി ഭക്തജനങ്ങളാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വേലേശ്വരം വ്യാസേശ്വരം ശിവക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. വേലാശ്വരം വ്യാസേശ്വരം ശിവക്ഷേത്ര പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ കലശ മഹോത്സവം ഏപ്രിൽ 24 മുതൽ 30 വരെ തീയതികളിലായി ബ്രഹ്മശ്രീ KU പത്മനാഭ തന്ത്രികളുടെ കാർമ്മികത്വത്തിൽ വിവിധ പൂജാവിധികളോടും കലാസാംസ്കാരിക പരിപാടികളോടും കൂടി ആഘോഷിക്കുകയാണ്. മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും ദേവസ്ഥാനങ്ങളിൽ നിന്നും വേലാശ്വരം ശിവക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. വേലാശ്വരം വ്യാസേശ്വരം ശിവക്ഷേത്രം, പുല്ലൂർ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള കലവറ ഘോഷയാത്ര പുല്ലൂർ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച വേലാശ്വരം ശിവക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. കലവറ ഘോഷയാത്രയ്ക്ക് ട്രസ്റ്റി നാരായണ കർത്തായർ, മഹോത്സവ കമ്മിറ്റി ചെയർമാൻ വി കൃഷ്ണൻ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് എ ഗംഗാധരൻ, വർക്കിംഗ് ചെയർമാൻ പി രാമകൃഷ്ണൻ, വി ബാബു, പി ബാലകൃഷ്ണൻ, എം കേളു, കെ വി വിജയൻ, എം ചന്ദുനി, ശ്യാമള കുമാരൻ, ലക്ഷ്മി ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് ചേടിക്കണ്ടം വിഷ്ണുമൂർത്തി ക്ഷേത്രം, മധുരക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രം, ഇടപ്പണിക്കാവ് ഭഗവതി ക്ഷേത്രം, കുന്നുപാറ അയ്യപ്പ ഭജന മന്ദിരം, പാണംതോട് പഞ്ചുരുളി കരിഞ്ചാമുണ്ടി ദേവസ്ഥാനം എന്നിവിടങ്ങളിൽ നിന്നുള്ള കലവറ ഘോഷയാത്രകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് അന്നപ്രസാദ വിതരണവും നടന്നു. വൈകിട്ട് തന്ത്രി KU പത്മനാഭ തന്ത്രിക്ക് ആചാര്യ വരവേൽപ്പ് നൽകി.
വൈകിട്ട് 7:30 നടന്ന സാംസ്കാരിക സമ്മേളനം അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി ഉദ്ഘാടനം ചെയ്തു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ വി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വത്സൻ പിലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. കെ സുരേന്ദ്രൻ, കെ വി സുകുമാരൻ എന്നിവർ സംസാരിച്ചു. എ ഗംഗാധരൻ സ്വാഗതവും ബി ഗംഗാധരൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രദേശത്തെ കലാകാരന്മാരുടെയും കലാകാരികളുടെയും നൃത്യങ്ങൾ അരങ്ങേറി. മഹോത്സവത്തിന്റെ രണ്ടാം ദിനമായ ഏപ്രിൽ 25 രാവിലെ 5 മണി മുതൽ വിവിധ പൂജകളും വൈകുന്നേരം 6 മണിക്ക് വിവിധ പൂജകളും രാത്രി 8 മണിക്ക് കോഴിക്കോട് സങ്കീർത്തനയുടെ ചിറക് എന്ന സാമൂഹ്യ നാടകവും അരങ്ങേറും. മഹോത്സവ പരിപാടികൾ ഏപ്രിൽ 30 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിയ കേന്ദ്ര സർവകലാശാലയിൽ ഭക്ഷണ നിലവാരത്തെ ചൊല്ലി വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ലഭിക്കുന്ന ഭക്ഷണം ഗുണമേന്മ കുറഞ്ഞതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നതും എന്നാണ് പരാതി. മഞ്ചേശ്വരം ദേശീയപാതയിലെ മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനായി ഉദ്യോഗവാരമാടയിൽ നിർമ്മിച്ച വാട്ടർ ചാനലുകൾ സാമൂഹിക വിരുദ്ധരുടെ ഇടപെടൽ മൂലം പകർച്ചവ്യാധികളുടെ കേന്ദ്രമായി മാറുന്നു. ഇതിനു പുറമെ രാത്രികാലങ്ങളിൽ വാഹനങ്ങളിലെത്തുന്നവർ തള്ളുന്ന കോഴി അവശിഷ്ടങ്ങൾ കൂടിയായപ്പോൾ പ്രദേശം നരകതുല്യമായി. കേരള കാർഷിക സർവകലാശാല പടന്നക്കാട് കാർഷിക കോളേജ് സ്റ്റുഡന്റ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മലബാർ മാംഗോ ഫെസ്റ്റ് മധുരത്തിന് ഏപ്രിൽ 30 തുടക്കമാകും. മാംഗോ ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. വിസ്ഡം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ കരിയർ എക്സ്പോയും ജോബ് ഫെയറും 25, 26 തീയതികളിൽ വിദ്യാനഗറിൽ നടക്കും. തൃക്കരിപ്പൂർ പയ്യന്നൂർ പ്രധാന പാതയിലുള്ള ബീച്ചേരി റെയിൽവേ ഗേറ്റിന്റെ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട അലൈൻമെന്റിന്റെ വിശദാംശങ്ങൾ റോഡ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള അധികൃതർ കർമ്മസമിതി അംഗങ്ങളുമായി പങ്കുവച്ചു. അയ്യങ്കാവ് കൂലോം തറവാട് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഏപ്രിൽ 26 തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. സ്റ്റാർട്ടപ്പ് തുടങ്ങി 1 വർഷം പിന്നിടുമ്പോൾ ബിസിനസ് കേരളയുടെ ഹെൽത്ത് ടേസ്റ്റ് എക്സലൻസ് അവാർഡ് സ്വന്തമാക്കി പഠന കേന്ദ്രമാക്കിയ നാലംഗ യുവ സംരംഭക കൂട്ടായ്മ. 18 വ്യത്യസ്ത രുചികളിലുള്ള ഫെലോക് പീനട്ട് ബട്ടർ പുറത്തിറക്കിയ യുവ സംരംഭ കൂട്ടായ്മയ്ക്കാണ് സംസ്ഥാന അംഗീകാരം ലഭിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.